നടിയെ ആക്രമിച്ച കേസിൽ വിചാരണാഘട്ടത്തിൽ 21 സാക്ഷികളാണ് മൊഴി മാറ്റിയത്. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കുന്ന മൊഴി നൽകിയിരുന്നവർ അടക്കം ഇക്കൂട്ടത്തിലുണ്ട്. സിനിമാ താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഇടവേള ബാബു അടക്കമുള്ളവർ പോലീസിന് നൽകിയ മൊഴിയല്ല പിന്നീട് കോടതിയിൽ നൽകിയത്. ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചതിലുള്ള വൈരാഗ്യം മൂലമാണ് നടിക്കെതിരെ ദിലീപ് ക്വട്ടേഷൻ കൊടുത്തത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനെ അറിയിച്ചതിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നുവെന്നും പരസ്യമായി അതിൻ്റെ പേരിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഭാമ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ 2020 വിചാരണയ്ക്കിടെ ഭാമ മൊഴി മാറ്റി. തനിക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ഭാമ കോടതിയിൽ മൊഴി നൽകിയത്. 8ാം പ്രതിയായ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടനെ വെറുതെ വിട്ടുകൊണ്ട് വിചാരണ കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോടതി വിധി വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നടിയെ ആക്രമിക്കാനുള്ള ക്വട്ടേഷൻ നൽകിയത് ആരാണെന്ന് ഭാമ തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്നും എന്നാൽ കോടതിയിൽ മൊഴി മാറ്റിയെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ചാനൽ ചർച്ചയിലാണ് ഭാഗ്യലക്ഷ്മിയുടെ ആരോപണം. ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ വ്യക്തമായ തെളിവുകളുണ്ട്, വ്യക്തമായ ആളുകളുണ്ട്. എന്തുകൊണ്ട് 28 പേർ മൊഴി മാറ്റി? ഭാമ എന്ന പെൺകുട്ടി തന്നോട് വ്യക്തിപരമായി സംസാരിച്ചതാണ് ഇന്ന ആൾ തന്നെയാണ് ചെയ്തത് എന്ന്. എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റിയത് എന്തുകൊണ്ടാണ്? എവിടെയൊക്കെ എന്തൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ വളരെ വ്യക്തമാണ്. പോലീസിൽ ഒന്ന് പറഞ്ഞ് കോടതിയിൽ വന്ന് മറ്റൊന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സംശയിക്കുക തന്നെ വേണം. കോടതിയുടെ മുന്നിൽ ഈ തെളിവുകൾ നിരത്തി വെക്കുമ്പോൾ കോടതി കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന് അതിജീവിത പറഞ്ഞാൽ അത് മുഖവിലയ്ക്ക് എടുത്തേ പറ്റൂ.